ഗൈസ് മൾട്ടിവുഡ് വെച്ചിട്ട് ഞാൻ എൻ്റെ ബെഡിന് അതിലൊരു കവർ സെറ്റ് ചെയ്യണം. അപ്പം മെഷർമെൻറ്റിലെടുത്ത് സെറ്റാക്കി ഇനിയിപ്പോൾ ബാക്കി മുടിച്ചു. ഗൈസ് ഇത് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടേ പോയി. ഞാൻ രാജേട്ടനെ കൊണ്ട് കട്ട് ചെയ്യിക്കുന്നതാണ്. ഉണ്ടാക്കുന്ന സാധനം ഞാൻ വെച്ചിട്ട് ഇതൊക്കെ എൻ്റെ ടൂൾസാണ്. ഇതൊക്കെ എൻ്റെ ടൂൾസാണ്. മോനെ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത പേരക്കാലം കട്ട് ചെയ്താൽ വേറെ പണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ്. അതും എൻ്റെ മെഷീനാണ്. നമ്മൾ ഡിസൈൻ ചെയ്താണ്. നിലത്ത് തട്ടിപ്പോന്ന് നോക്കണേ, പക്ഷെ ഏകരത്തിൽ വെക്കണം. എന്നാൽ അതിൻ്റെ പോലെ തന്നെ എല്ലാം നിന്ന് കട്ട് ചെയ്യുകയും പിടിക്കുകയും എല്ലാം ചെയ്യാം. 4 കാല് കൊടുത്തിട്ട് സൈഡോട്ട് ചെരിയും. കുറച്ച് അതിൻ്റെ അതന്നെ ഞാൻ ഇപ്പം തിരിച്ചാന്നല്ലോ. അല്ല അതന്നെ കുറച്ചൊന്നും ചോദിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ ആക്കി തരാം. നിങ്ങൾ മേശിരിനെ ഞാൻ പഠിപ്പിച്ചില്ല. പിടിക്കും, ക്യാമറ പിടിക്കും. കാണിക്കണ്ട നാട്ടാർ, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാം ഞാൻ തന്നെയാണ്. അത് ശരിക്കല്ല, നേരെ വെക്ക്. നേരെ വെച്ചാലോ നേരെ പോരാണ്. നേരെ വെച്ചാൽ നേരെ ഇങ്ങ് പോരും, ഇല്ലെങ്കിൽ സമയം വരും. വാട്ടൻ്റെ കൂടെ ബ്രഹ്മ പോകുന്നതാണ് ഗൈസ്. എങ്ങനെ അപ്പാച്ചി എടുത്തോക്ക്, അത് ഒട്ടിച്ചോക്ക്. എൻ്റെ കൂടെ എക്സ്റ്റൻഷൻ വരും. ഇത് വരും, എൻ്റെ മൈക്ക് വരും. ഭംഗിയാണ്. ഇത് മാത്രമല്ല ഈ സെറ്റ് ബെഡുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, ഉമ്മ പെങ്ങളെ വീട്ടിൽ പോകുന്നതാണ്. പെങ്ങളെ വീട്ടിൽ കിട്ടും കുട്ടികളെടുത്ത് പോവാണ് ഗൈസ്. താമസിക്ക് എന്താ അറിയാ, ഒരു മാസം അവിടെയാലോ. ഏത് ഓണാക്ക്. നിങ്ങൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് എടുത്തിട്ട് വീഡിയോ ഇടണ്ടേ ഗായ്സ്. ഞങ്ങളെ സന്തോഷത്തിന് വേണ്ടി ഉമ്മയും ഉപ്പയും മാറിത്തരുന്ന നമ്മൾ ഒരുമിച്ച് ഖത്തറിൽ ഒരുപാട് ജീവിച്ചതാ. പക്ഷെ ഉപ്പാക്ക് മോളെടുത്ത് ജീവിക്കണമല്ലോ കുറച്ച് ദിവസം. ഞാൻ ഏട്ടൻ്റെ വണ്ടിയിൽ കയറി പോവാണ്. അല്ല പോയ പോലെ നിങ്ങൾ തിരിച്ചു വരുമോ നോക്കട്ടെ. ഇത് ഉപ്പ ഒരുങ്ങിട്ട് തന്നെയല്ലേ, എനിക്ക് മനസ്സിലാകണ്ടേ. ഒരുങ്ങിട്ട് തന്നെയാ. ഞാൻ വിളിച്ചു നോക്കൂല, വരുകയില്ല. അവൻ വിചാരിച്ചു നിങ്ങൾ നിൽക്കണ്ട. എനിക്ക് തോന്നുമ്പോ നിങ്ങൾ വന്നേ. ഞാൻ വിളിച്ചു നോക്കിയില്ലാലോ, ഒന്നും വിളിക്കണ്ട എനിക്കല്ല. അല്ല പറഞ്ഞതാ. അതല്ല, നിങ്ങള് TV അല്ലേ ഇവിടെയല്ലേ. ഓ ഇവിടെ വന്നിരുന്നോ. ഇതെല്ലാം അപൂർവ നിമിഷങ്ങളാണ്. കുറച്ച് ദിവസം മോളെടുത്ത് നിൽക്കാൻ പോകുന്നതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ലവ് നല്ല മുരുടനാണ് കാണുക ഉപ്പ. പക്ഷെ ഉമ്മാക്ക് സുഖയില്ല എന്ന് പറഞ്ഞ പടച്ചോനെ. ഫുഡ് ഉണ്ടാക്കലും പ്ലേറ്റ് കഴുകലും എന്തൊരു സ്നേഹ. എന്തെല്ലാം ചെയ്തു കൊടുക്കുക, തിരുമ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മനസ്സിനുടമയാന്ന് എനിക്ക് ഇപ്പം അതിരുന്നേ. ഇതുവരെ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു മുരടനായിരുന്നു. നിങ്ങളിൽ ഉള്ളിൽ ഒരു സ്നേഹമുള്ള ഒരു നിധിയുണ്ട്, പക്ഷെ അതിങ്ങനെ പുറത്ത് കാണിക്കൂല. ഞാനും വിചാരിക്കും ഉമ്മ എന്തിനാ ഈ മുരടനെ എങ്ങനെ സ്നേഹിക്കുന്നത്, ചങ്ക് പറിച്ചു കൊടുക്കുന്നതല്ലോ. പക്ഷെ ഇപ്പല്ലേ തിരിയുന്നേ. അതന്നെ ഉമ്മാക്കല്ല അറിയുന്നേ നിങ്ങൾ എത്ര മാത്രം സ്നേഹിക്കും. കെട്ടാൻ ഭാര്യനെ കൊണ്ടാക്കാൻ പോകുന്നതാണ് ബൈക്കിൽ. ഇതെല്ലാം ഒരു ഡിജിറ്റൽ ഡയറിയാണ് ചുയാ.
ഞാൻ വിളിക്കുന്ന ആയിരിക്കൂല ഓക്കെ പോയോ തിരിച്ചു നിനക്ക് കാണാൻ മാക്സിമം ഒരാഴ്ച ആ പിന്നെ 2 കാര്യം റൈസ് പറഞ്ഞത് ഒന്ന് ജമലു 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 ഞാനാണ് ജമലുവിനോട് അറിയാം നമുക്ക് ജമലുവിനോട് ഇങ്ങടുത്തെ വാട്ടർ 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 ഇതാണ് അമരാവതി ഫൈസൽ ഖാൻ്റെ ബിൽഡിങ്ങിൽ പുതിയതായിട്ട് തുടങ്ങിയ പച്ചക്കറി ഫ്രൂട്ട്സ് പീടി നല്ല അടിപൊളി ഗൾഫ് സ്റ്റൈൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ലിയാപ്പള്ളി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വൃത്തിയുള്ളൊരു പച്ചക്കറി പീടിയ കാണുന്നത് നമ്മൾ. അപ്പോൾ അടിപൊളിയാണ്, നല്ല വൈബാണ്. ഫൈസൽ ഖാറിന് എൻ്റെതാന്ന് പറഞ്ഞാൽ വില കുറച്ച് തരുമെന്നല്ല ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല. റിച്ച് അല്ലേ AFC പൂട്ടിയല്ലോ. ഇവിടെ പുതിയൊരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടില്ല ഗൈസ്. ഇതാണ് ചത്തത്ത് സ്കൂൾ. ഗൈസോ ചത്തത്ത് സ്കൂൾ നമ്മളെ ടൗൺ ഇനി മാറും. ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് കിടക്കട്ടെ. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ ടൗൺ എന്ന് അറിയാലോ. തീങ്ങാണ് നിങ്ങളെന്ന് ഉദ്ദേശിച്ചോ? നിങ്ങളെ പരിപാടി എന്നാ? നിങ്ങൾ ഭയങ്കര പക്ഷി വളർത്തലും മീൻ വളർത്തലും ഉള്ള ആൾക്കാരാ. ഭയങ്കര പാഷനല്ല. ആന്നാ ഐസ അത് ഈ സമയത്ത് മീൻ പോവും. ആ ആ പിന്നെ കൂടുന്ന ഒഴിവാക്കിയിട്ട് പുറത്താടെ വെച്ച് ആടാ ഒരു അലോ ഇത് വടകര. ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ നടന്ന് വരുന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഭയങ്കര സ്മെല്ല് ചിക്കൻ ഫ്രൈൻ്റെ. അപ്പം ഞാൻ ഒന്ന് കാര്യം നോക്കി. അപ്പം ഇവിടെ നല്ല അടിപൊളി വൈബിൽ പൊറാട്ട അടിക്കുന്നതും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും ബീഫ് BDF ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ചിക്കൻ ഫ്രൈ മാത്രം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ കയറി ഒരു ചിക്കൻ ഫ്രൈയും ഒരു പൊറാട്ട ഓർഡർ ചെയ്തു. പക്ഷെ അവർ 2 പൊറാട്ട കൊണ്ടുവന്നു. എൻ്റെ ഒരു ഹാഫ് മാത്രം കഴിച്ച് ഞാൻ പ്രതിഷേധം അറിയിച്ചു. ചിക്കൻ പീസ് സ്മെല്ലിനത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, കല്യാണം പറയാൻ വന്നതാണ് ഫാസിലിൻ്റെ ഉപ്പയും ഹസ്ബീൻ്റെ. കാരണം കല്യാണ ചെക്കൻ ഇതുവരെ എത്തിക്കില്ല. 4-ാം തീയതി കല്യാണമാണ്. കുവൈത്തിൽ യുദ്ധം കൊണ്ട് വരാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താവോ കണ്ടറിയാം. ഫാദറിനോട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ മോളെ പറഞ്ഞപ്പോൾ എലക്ഷനാണ്, നോമ്പാണ്, അത് കഴിയട്ടെ, ഫുള്ള് പള്ളിയിലാണ്.
ഇപ്പൊ പറയുന്ന ഇലക്ഷൻ പറ്റൂല. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയാലേ ഞാൻ അവളെ കൺസൾട്ട് ചെയ്യുന്നുള്ളൂ, ഇല്ലേ വേണ്ട. അപ്പോ ഇവള് ഉപ്പാനോട് ഉമ്മാനോട് കയർത്ത് സംസാരിച്ചു. ഇപ്പൊ അങ്ങനെ കയർത്ത് സംസാരിച്ചു തരോ ഒരു പോയി ഓടിപ്പോയി. ഹലോ മോളുണ്ടോ? കൂട്ടുന്ന അങ്ങ് ഉണ്ടാക്കിക്കുന്നോന്നല്ലോ അറിയില്ല. കൂട്ടുന്ന മാറ്റവും പറഞ്ഞേ കൂട്ടില് ചെടി തിന്നു മാറ്റം. ചെടി തിന്നാ ശരിയാവില്ല. ഞങ്ങൾ ഇന്നലെ നട്ടതാ, അതുകൊണ്ട് പണിയാവും. ശാലോ നീ ഡോക്ടർ എഴുതുമല്ലേ? ഇപ്പൊ പോകുന്നുണ്ടാ? ഇതാണ് എന്താ സുഖീയുടെ ചുട്ടി തയ്ച്ചു പാവം ചമ്മീൻ പോയി. അടങ്ങിയിരിക്കടാ ആയിഷ, അടങ്ങിയിരിക്കടാ. അതിരാവിലെയുള്ള കുറേ സൗണ്ടുകളൊക്കെ കേൾക്ക്. പക്ഷികളുടെ നല്ല സൗണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവരോട് ഗേറ്റ് തുറക്കണം ഗൈസ്. ഗേറ്റ് ഓപ്പൺ. രാവിലെ തന്നെ ജിമ്മിനെ പറ്റിയറാം. ഇതാണ് നല്ല അടിപൊളി മോർണിംഗ് വൈബ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് മാത്രമേ വീഴുള്ളൂ എപ്പോൾ എന്തെന്നാ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഗൾഫിലിരുന്ന് ഞങ്ങൾ നാട്ടിലെപ്പോഴെങ്കിലും വരുന്നതല്ല. അപ്പോൾ അവിടെ ഇരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ ഒരു വൈബാണ്, ഒരു നൊസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങളിവിടെ താമസിച്ചിട്ട് ഇപ്പം 4-ാമത്തെ വർഷമാണ്. അധികം താമസിച്ചില്ല. ഒരു വന്നാൽ 2.5 മാസം മൊത്തത്തിൽ 4 വർഷത്തിൻ്റെ ഇടയിൽ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കും. ഡിജിറ്റൽ ഡയറി. ഇന്നുള്ള ചെടികൾ നാളെ ഉണ്ടാവില്ല, മരങ്ങളുണ്ടാവില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമല്ലോ. ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഫ്രൂട്ട്സ് വേണ്ടാത്ത ചെടികളൊക്കെ മാറ്റി ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ചെടികളും മരങ്ങളൊക്കെ നട്ടു. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ചിമ്മലേക്ക് പോകുന്നതാണ്. കാഴ്ചകൾ കാണാം. ഇങ്ങനെ റിവേഴ്സ് എടുത്ത് പോകാനാണ് എനിക്കിഷ്ടം. ചെറിയ മിറ്റായതുകൊണ്ട് വളക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാനിങ്ങനെ റിവേഴ്സ് എടുത്ത് പോകുമ്പോൾ അതൊരു വൈബാണ്.
ഒരു പുരോഗമനവും ഇല്ലാത്ത ഒരു കച്ചനെന്നാണ് നാദാവരൽ എന്താ ആവശ്യമല്ല നന്നാവും സെറ്റാവും ഉള്ള വെറൈറ്റി ഓട്ടോറിക്ഷ എന്നല്ല ഇപ്പോൾ സംഭവം കുറേ നായ്ക്കളെന്നും ഇവിടെ ഉണ്ടാവും. ലത്തീഫിൻ്റെ തട്ടുകട ഒരു നൊസ്റ്റാളജിയാണ്, പക്ഷേ അതിപ്പോൾ നോക്കണല്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അവിടെ ഒരു സർവത്ത് കടയുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ടൗൺ കേട്ടോ. ഒരു ലോട്ടറി കടയുണ്ട്, അവിടെ ഒരു ചായപ്പൊടിയുണ്ട്. ഇതാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ ഉള്ള കൂടെ അങ്ങ് ഓട്ടോറിക്ഷ കയറാറുണ്ടായിരുന്നു. അവിടെ മേടിച്ച് കയറുണ്ട്. ഈ സ്ഥലമാണ് ആ സ്ഥലം. അതാണ് മെയിൻ ചാപ്പ. ചാപ്പയൊന്നുമില്ല, എല്ലാം പോയി. ബസ് ഞാൻ പെട്രോൾ വീട് ശരി അമ്പലക്കുളം. ഇതാണ് നമ്മുടെ വയാൽസ് അസ്ലമിൻ്റെ ഇല്ലാത്ത കട. ഓപ്പണുണ്ടോ കൂട്ടിയിട്ടുണ്ട്. മാങ്ങ മാങ്ങിന് പോയിട്ട് മാങ്ങ ഇങ്ങനെ കയറിഞ്ഞിടാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് സംഭവം. അടിപൊളി സെറ്റായിട്ട് സെറ്റ് പറയാൻ സ്കൂളേട്ടാ സെറ്റായി പത്തിട്ട് വയസ്സിൻ്റെ വീട്ടിലെ പൂവാണ് ക്ലാസ് ചെടി. തുമ്പലായി ലത്തീഫിനെ നന്നായിട്ട് പാലം കാണാനുള്ള പരിപാടി. നമ്മളെ ട്രാൻസ്ഫോമർ ഇത്ര ഫീസെല്ലാം കഴിച്ച് കുറച്ചതാണ്. ഇതാണ് എൻ്റെ സറാമ്പി, കൈയുള്ളതിൽ സറാമ്പി. പള്ളിയാണ് ജുമാസാണ്. അഗ്നിസാറിൻ്റെ വീടാണ് ഇത്. പഴയ വീട് അപ്പുറത്ത് പുതിയ വീട്. അവിടെ കുറേ നായ്ക്കളാണ് കാവലുണ്ടാവില്ല. ഉണ്ട് പാർക്കൽ അബ്ദുള്ള അടിപൊളി ഫോട്ടോ അട്ടാച്ച് അതിൻ്റെ നല്ല സൗഖ്യത്തിന് പോലെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. മീൻകാരൻ നല്ല വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടൻ കാപ്പി പാൽച്ചായൊക്കെ ഒഴിവാക്കുന്ന ഇതാണ് ഓളം കോഫി. ഓളം ചായ മാവാൻ താട്ടുന്നുണ്ട്. പിന്നുണ്ട് നല്ല അടിയാണ് നമ്മളെ 5-8 നല്ല അടിക്കുന്നത്. റെക്കോർഡാക്കിയില്ല ഇത് ടേസ്റ്റ് നമ്മളെ കരുവേപ്പിലെല്ലാം കൂട്ടി മിക്സ് ചെയ്ത് അഞ്ചിട്ടിലെ കഴിച്ചോ ടേസ്റ്റിലാക്കുന്ന എടുത്ത് ഇഡ്ഡലി എടുത്ത് തലപ്പോണ്ടേ മാണ്ടല്ല വേണ്ട വീഡിയോയിലെല്ലാം മാണ്ട നല്ല ഇഡ്ഡലി കുഴച്ച് ഫുൾ ഡയറ്റാ ഗൈസ്. വയനാടൻ കോഫി, പാലില്ല അവളെ കോഫി. കോഫിയാ